ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്ലോഷറിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഓപ്പറേറ്ററിനെ കുറിച്ചാണ്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഫങ്ഷനാണ്. അതിൻ്റെ ഡൊമൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്നത് സെറ്റ് ഓഫ് സെറ്റ്സ് ആണ്. അതായത് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡൊമൈൻ എപ്പോഴും ഒരു സെറ്റായിരിക്കും. ആ സെറ്റിലുള്ള മെമ്പേഴ്സ് സെറ്റുകളായിരിക്കും, അല്ലെങ്കിൽ മെമ്പേഴ്സ് ഫങ്ഷൻസ് ആയിരിക്കും. അങ്ങനെ മെമ്പേഴ്സ് സെറ്റ്സോ അല്ലെങ്കിൽ ഫങ്ഷൻസോ ആണെങ്കിൽ ആ ഫങ്ഷനെ നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ക്ലോഷർ ഓപ്പറേറ്ററാണ്. ക്ലോഷർ ഓപ്പറേറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു ടോപ്പോളജിക്കൽ സ്പേസ് വേണം. X2 എന്ന് പറയുന്ന ഒരു ടോപ്പോളജിക്കൽ സ്പേസ് വേണം. ആ ടോപ്പോളജിക്കൽ സ്പേസ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എക്സിൻ്റെ പവർ സെറ്റിൽ നിന്ന് പവർ സെറ്റ് ഓഫ് എക്സിലേക്ക് ഞാനൊരു ഫങ്ഷൻ തീറ്റ ഡിഫൈൻ ചെയ്യുന്നു. ഈ തീറ്റ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തീറ്റയല്ല, ഞാൻ ക്ലോഷർ ഓപ്പറേറ്റർ സി ഡിഫൈൻ ചെയ്യുന്നു. സി പവർ സെറ്റ് ഓഫ് എക്സിന് ഞാനൊരു എ എടുക്കുന്നു. അതിൻ്റെ ക്ലോഷർ നമുക്കറിയാം സബ്സെറ്റ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ അത് പവർ സെറ്റ് ഓഫ് എക്സിൽ വരും. ഈ ഫങ്ഷന്, ഈ ഓപ്പറേറ്ററിനെ പറയുന്ന പേരാണ് ക്ലോഷർ ഓപ്പറേറ്റർ. ഈ ക്ലോഷർ ഓപ്പറേറ്ററിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ ക്ലോഷറിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. അതിൽ നിന്ന് ഈ ക്ലോഷർ ഓപ്പറേറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ്, നമുക്കറിയാം ഫൈൻ്റെ ക്ലോഷർ ഫൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈ ക്ലോഷർ നമുക്ക് എങ്ങനെ എഴുതാം? സി ഓഫ് ഫൈ ആയിരിക്കും. അപ്പോൾ സി ഓഫ് ഫൈ ഈക്വൽ ടു ഫൈ. ഇപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? സി എന്താ ചെയ്യുന്നത്? സി ഫൈനെ ഫിക്സ് ചെയ്യുന്നു. സോ നമ്മൾ പറയും ഫൈ ഈസ് എ ഫിക്സഡ് പോയിന്റ് ഓഫ് സി എന്ന് പറയും. അടുത്ത റിസൾട്ട് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ്. എ ഈസ് എ ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ക്ലോഷർ ഈക്വൽ ടു എ. എ ക്ലോഷർ എ തന്നെയാണെങ്കിൽ എ ക്ലോസ്ഡ് സബ്സെറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താ? എ ക്ലോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഓഫ് എ ആണ്. അങ്ങനെയാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ സി ഓഫ് എ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എന്താണ്? എയിനെ സി ഫിക്സ് ചെയ്യുന്നു. അഥവാ സീൻ്റെ ഫിക്സഡ് പോയിൻറ്റ്സ് എ ഒക്കെ എ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണെങ്കിൽ, എ ക്ലോസ്ഡ് ആണെങ്കിൽ എ സീൻ്റെ ഫിക്സഡ് പോയിൻ്റാണ്. അതായത് മറ്റു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? സീൻ്റെ ഫിക്സഡ് പോയിൻറ്റ്സ് ഒക്കെ എക്സിൻ്റെ ക്ലോസ്ഡ് സബ്സെറ്റ്സ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഇവിടെ നമ്മൾ കാണിച്ചത് എ ക്ലോസ്ഡ് ആണെങ്കിൽ സി ഓഫ് എ ഈക്വൽ ടു എ ആണ്. അതായത് എ ക്ലോസ്ഡ് ആണെങ്കിൽ എയിനെ സി ഫിക്സ് ചെയ്യുന്നു. തിരിച്ച് എയിനെ സി ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ദി ഫിക്സഡ് പോയിൻറ്റ്സ് ഓഫ് സി ആർ പ്രിസൈസ്ലി ദി ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ്. സിൻ്റെ ഫിക്സഡ് പോയിൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ് ആണെന്ന് കിട്ടും. പിന്നെ മൂന്നാമത്തെ അവിടുത്തെ പ്രോപ്പർട്ടി ആയിരുന്നു എ ക്ലോഷർ ഈക്വൽ ടു എ ക്ലോഷർ. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിരുന്നു. അത് ഇവിടെ അപ്ലൈ ചെയ്താൽ എന്താ വരിക? സി ഓഫ് എ ഇസ് ഈക്വൽ ടു സി ഓഫ് എ. ദാറ്റ് ഈസ് C composition C of A equal to C of A. That is C composition C equal to C. നമുക്കറിയാം, ഒരു ഓപ്പറേറ്റർ സി കോമ്പോസിഷൻ സി ഈക്വൽ ടു സി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഓപ്പറേറ്ററിന് നമ്മൾ ഐഡംപോർട്ടൻ്റ് എന്ന് പറയും. സോ ഈ ക്ലോഷർ ഓപ്പറേറ്റർ ഐഡംപോർട്ടൻ്റ് ഓപ്പറേറ്ററാണ്. ലാസ്റ്റ് വൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ യൂണിയൻ ബി ക്ലോഷർ ഈക്വൽ ടു എ ക്ലോഷർ യൂണിയൻ ബി ക്ലോഷർ. അതായത് ഇതിൻ്റെ മീനിങ് എന്താണ്? ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്, ക്ലോഷറിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ മീനിങ് എന്താണ്? എയും ബിയും തമ്മിലുള്ള യൂണിയൻ എടുത്തതിന് ശേഷം ക്ലോഷർ എടുത്താൽ അത് എന്ന് പറയുന്നത് ആദ്യം ക്ലോഷർ എടുത്തിട്ട് ഓരോന്നിൻ്റെയും ക്ലോഷർ എടുത്തിട്ട് യൂണിയൻ എടുക്കുന്നതും സെയിം ആണ്. അതായത് നമുക്ക് യൂണിയനും ക്ലോഷറും ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് എഴുതാം. അഥവാ യൂണിയനും ക്ലോഷറും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. കാരണം എന്താ? ആദ്യം
യൂണിയൻ എടുത്തിട്ട് ക്ലോഷർ എടുക്കുന്നതും ആദ്യം ക്ലോഷർ എടുത്തിട്ട് യൂണിയൻ എടുക്കുന്നതും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സി എന്ന് പറയുന്ന ക്ലോഷർ കമ്മ്യൂട്ട്സ് വിത്ത് ഫൈനൈറ്റ് യൂണിയൻസ് എന്ന് പറയാം. ഇത് എത്ര ഇപ്പം യൂണിയൻ എ ഐ ഹോൾ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ദിസ് ഈസ് യൂണിയൻ എ ഐ ക്ലോഷർ ആയിരിക്കും. അതായത് യൂണിയനും ക്ലോഷറും, അല്ലെങ്കിൽ ഈ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താ, സി ഓഫ് യൂണിയൻ എ ഐ ഈക്വൽ ടു യൂണിയൻ സി ഓഫ് എ ഐ. ഇവിടെ എന്താ ചെയ്തേ, സി കമ്മ്യൂട്ട്സ് വിത്ത് ദിസ് യൂണിയൻ, സി കമ്മ്യൂട്ട്സ് വിത്ത് ദിസ് യൂണിയൻ. അപ്പോൾ ഇത് ഫൈനൈറ്റ് യൂണിയനാണ് സാറ്റിസ്ഫൈ. ഇത് രണ്ടെണ്ണത്തിന് ശരിയാണെങ്കിൽ നമുക്ക് ഫൈനൈറ്റിലേക്ക് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഇത് ഫൈനൈറ്റ് യൂണിയന് ശരിയായിരിക്കും. സോ സി കമ്മ്യൂട്ട്സ് വിത്ത് ഫൈനൈറ്റ് യൂണിയൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ക്ലോഷർ ഓപ്പറേറ്ററിന് ഉണ്ടെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇതിപ്പോൾ ഒരു ടോപ്പോളജി എടുത്തിട്ട് അവിടെ ക്ലോഷർ ഓപ്പറേറ്റർ ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത തിയറത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സെറ്റ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്, ഒരു സെറ്റ് എക്സ് നമ്മളെ കയ്യിലുണ്ട്, ടോപ്പോളജി ഒന്നും നമ്മളെ കയ്യിലില്ല. ഞാൻ ഈ എക്സിൻ്റെ പവർ സെറ്റിന്ന് പവർ സെറ്റിലേക്കുള്ള ഒരു ഓപ്പറേറ്റർ, ഞാൻ ഒരു ഫങ്ഷൻ അതിന് ഞാൻ തീറ്റ എന്ന് വിളിക്കുന്നു. ഈ തീറ്റ വെറുതെ ഒരു ഫങ്ഷൻ അല്ല, ഈ ഫങ്ഷൻ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ 4 പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പവർ സെറ്റിൽ ഏത് എ എടുത്താലും എ സബ്സെറ്റ് ഓഫ് തീറ്റ ഓഫ് എ ആയിരിക്കും. ഈ തീറ്റ ഓഫ് എ ഇവിടെയല്ലേ വരുന്നത്, തീറ്റ ഓഫ് എ. നിങ്ങളപ്പം മൈൻഡിൽ ജസ്റ്റ് ഇടേണ്ടത് എന്താണെന്ന് വെച്ചാൽ, തീറ്റ എന്ന് പറയുന്നത് നമ്മളെ ക്ലോഷർ ഓപ്പറേറ്റർ ആണ്, ഏതെങ്കിലും ഒരു ടോപ്പോളജീൻ്റെ ക്ലോഷർ ഓപ്പറേറ്റർ ആയിരിക്കും എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വേണം. എന്നാലേ ഉള്ളൂ നിങ്ങൾക്കിത് മനസ്സിൽ എന്താ പറയുക, ഇമാജിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പവർ സെറ്റ് ഓഫ് എക്സിൽ ഒരു എ എടുത്താൽ തീറ്റ ഓഫ് എ ഈക്വൽ ടു എങ്ങനെയായിരിക്കണം തീറ്റ ഓഫ് എ? തീറ്റ ഓഫ് എ നമ്മൾ ക്ലോഷർ ഓപ്പറേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇമേജ് എന്തായിരിക്കണം, എ ക്ലോഷർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ എ ക്ലോഷറിൻ്റെ അകത്ത് എന്തുണ്ടാകും, എ ഉണ്ടാകും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, തീറ്റ ഓഫ് എ സബ്സെറ്റ് ഓഫ് തീറ്റ ഓഫ് എ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളൊരു ഫംഗ്ഷൻ തീറ്റ കൺസിഡർ ചെയ്യുന്നു പവർ സെറ്റ് ഓഫ് എക്സ് എന്ന് പവർ സെറ്റ് ഓഫ് എക്സിലേക്ക്. അത് 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെ പ്രോപ്പർട്ടി ഇതാണ്, ഏത് പവർ സെറ്റിൽ ഏത് എ എടുത്തിട്ടുണ്ടെങ്കിലും എ സബ്സെറ്റ് ഓഫ് തീറ്റ ഓഫ് എ ആയിരിക്കും. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ, ഫൈ ഈസ് എ ഫിക്സഡ് പോയിന്റ് ഓഫ് തീറ്റ. അതായത് നമ്മളെ ക്ലോഷർ ഓപ്പറേറ്ററിനുള്ള പ്രോപ്പർട്ടീസൊക്കെ ഇതിനുണ്ട് എന്ന് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഫൈ ഈസ് എ ഫിക്സഡ് പോയിന്റ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, തീറ്റ ഓഫ് ഫൈ ഈക്വൽ ടു ഫൈ ആയിരിക്കും. പിന്നെ തീറ്റ ഈസ് ഐഡംപോർട്ടൻ. തീറ്റ ഈസ് ഐഡംപോർട്ടൻ എന്ന് പറഞ്ഞാൽ തീറ്റ കോമ്പോസിഷൻ തീറ്റ ഈക്വൽ ടു തീറ്റ. പിന്നെ തീറ്റ കമ്മ്യൂട്ട്സ് വിത്ത് ഫൈനൈറ്റ് യൂണിയൻ. തീറ്റ കമ്മ്യൂട്ട്സ് വിത്ത് ഫൈനൈറ്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു തീറ്റ ഓഫ് എ യൂണിയൻ തീറ്റ ഓഫ് ബി. ഇതാണ് കമ്മ്യൂട്ട്സ് വിത്ത് ഫൈനൈറ്റ് യൂണിയൻ. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു തീറ്റ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ തിയറത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു യുണീക്ക് ടോപ്പോളജി ടോ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ആ ടോപ്പോളജിയിൽ വരുന്ന ആ ടോപ്പോളജിയിൽ ഓപ്പൺ സെറ്റ്സുകൾ ഉണ്ടാവും. അതിൻ്റെ കോംപ്ലിമെൻ്റ് ക്ലോസ് സെറ്റുകൾ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലോഷർ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്താൽ ആ ക്ലോഷർ ഓപ്പറേറ്റർ ഈ തീറ്റയുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നു. അതായത് ആ ടോപ്പോളജീൻ്റെ ക്ലോഷർ ഓപ്പറേറ്റർ ഈ തീറ്റ ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. കോൺവേഴ്സ്ലി എളുപ്പമാണ്. കോൺവേഴ്സ്ലി എനി ക്ലോഷർ ഓപ്പറേറ്റർ സാറ്റിസ്ഫൈസ് ദിസ് പ്രോപ്പർട്ടീസ്. കോൺവേഴ്സ്ലി എന്താണ്? കോൺവേഴ്സ്ലി ഞാനൊരു ക്ലോഷർ ഓപ്പറേറ്റർ എടുത്തു കഴിഞ്ഞാൽ, ഒരു
ഒരു ടോപ്പോളജി എക്സ്റ്റോ ഉണ്ട്, അതിൻ്റെ ക്ലോഷർ ഓപ്പറേറ്റർ സി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിക്ക് ഈ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടാവും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെയുള്ള ഫസ്റ്റ് പ്രോപ്പർട്ടി ഇവിടെ ഞാൻ പറഞ്ഞു. കാരണം എന്താ, ക്ലോഷർ പ്രോപ്പർട്ടി ആണെങ്കിൽ സി ഓഫ് എ ഈക്വൽ ടു എ ക്ലോഷർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ എപ്പോഴും സബ്സെറ്റ് ഓഫ് എ ക്ലോഷർ ആണ്. അതുകൊണ്ട് എ സബ്സെറ്റ് ഓഫ് എ ക്ലോഷർ എന്ന് പറഞ്ഞാൽ സി ഓഫ് എ ആണ്. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് സി ഓഫ് എ, ഈ പ്രോപ്പർട്ടിയും കിട്ടി. അപ്പോൾ എല്ലാ പ്രോപ്പർട്ടിയും നമുക്കിവിടെ കിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ ഇഫ് പാർട്ട് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇഫ് പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ഈ കണ്ടീഷനൊക്കെ ഉള്ള തീറ്റയുണ്ട്. ഇനി നമുക്ക് ഒരു ടോപ്പോളജി ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ആ ടോപ്പോളജി എന്താണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ടോപ്പോളജി എന്താണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ടോ എന്ന് പറയുന്ന കളക്ഷൻ എന്താണെന്ന് പറയണം. അപ്പോൾ ആ കളക്ഷൻ എന്താണെന്ന് പറയുന്നതിന് പകരം, അത് ഓപ്പൺ സെറ്റുകളുടെ കളക്ഷനാണ്, അത് പറയുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടോപ്പോളജിയിലുള്ള ക്ലോസ് സബ്സെറ്റ്സുകളുടെ കളക്ഷൻ പറയുന്നു. അതാണ് കുറച്ചും കൂടി എളുപ്പത്തിൽ പറയാൻ പറ്റുക. അപ്പോൾ ഈ കേസിൽ നമ്മൾ ക്ലോഷർ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ക്ലോസ് സെറ്റ്സുകളുടെ കളക്ഷൻ എന്താണെന്ന് പറയലാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ നമ്മളെ ഡിസ്കഷനിൽ, ക്ലോഷർ ഓപ്പറേറ്ററിൻ്റെ ഡിസ്കഷനിൽ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു ഫിക്സഡ് പോയിൻറ്റ്സ് ഓഫ് സി ആർ ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ് എന്ന് കണ്ടുപിടിച്ചിരുന്നു. അതിവിടെ ഞാൻ ഉപയോഗിക്കുന്നു. അതായത് നമുക്ക് വേണ്ടത് ടോപ്പോളജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലോസ് സബ്സെറ്റ്സുകളുടെ കളക്ഷനാണ്. അപ്പോൾ ആ ക്ലോസ് സബ്സെറ്റ്സുകൾ എങ്ങനെയാക്കി എടുത്താൽ മതി, ഈ ഓപ്പറേറ്ററിൻ്റെ ഫിക്സഡ് പോയിൻറ്റ്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഞാൻ we let c equal to a subset of x such that theta of a equal to a എന്ന് എടുക്കുന്നു. ഇതെന്താ, തീറ്റ ഓഫ് എ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എന്താ, തീറ്റേൻ്റെ ഫിക്സഡ് പോയിൻറ്റ്സ് ആണ് എ. അങ്ങനെയുള്ള എക്സിൻ്റെ സബ്സെറ്റുകൾ എ എടുക്കുന്നു. നമുക്കറിയാം ഫിക്സഡ് പോയിൻറ്റ്സ് ഓഫ് തീറ്റ എന്തായിരിക്കും, പ്രിസൈസ്ലി ക്ലോസ്ഡ് സബ്സെറ്റ്സ് ആയിരിക്കും. ആ ഐഡിയ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഐഡിയ മനസ്സിലിട്ടിട്ട് വേണം നിങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ ഇത് ഇങ്ങനെ സി ഡിഫൈൻ ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ സി എടുത്തു. അപ്പോൾ സി എ സബ്സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് തീറ്റ ഓഫ് എ ഈക്വൽ ടു എ എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ക്ലോസ് സബ്സെറ്റ്സിൻ്റെ കളക്ഷൻ എടുത്താൽ നമുക്ക് അങ്ങനെ ഒരു ഇതിൻ്റെ കോംപ്ലിമെൻറ്റുകളെ, ഈ ക്ലോസ് സബ്സെറ്റ്സുകളുടെ കോംപ്ലിമെൻറ്റുകളായ ഓപ്പൺ സെറ്റുകൾ ടോ ആയിട്ട് എടുക്കുക ഒരു ടോപ്പോളജി ഉണ്ട് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ അത് അങ്ങനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഒരു തിയറം പ്രൂവ് ചെയ്തിരുന്നു. ആ തിയറത്തിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, സി എന്ന് പറയുന്ന ക്ലോസ് സബ്സെറ്റ്സ് ഓഫ് എക്സുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്താൽ അത് ഒരു ടോപ്പോളജി ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സുകളുടെ കളക്ഷൻ ഒരു ടോപ്പോളജി ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അത് ഇതൊക്കെയായിരുന്നു, ഫൈയും എക്സും ആ കളക്ഷനിൽ ഉണ്ടാവണം. പിന്നെ ആർബിട്രറി ഇൻ്റർസെക്ഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഫൈനൈറ്റ് യൂണിയൻ ഉണ്ടായിരിക്കണം. ഇതെല്ലാം സിയിലുണ്ടെങ്കിൽ നമ്മൾ പറയും അത് ഒരു ടോപ്പോളജി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഓരോന്നായിട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ സിയിൽ ഫൈ ഉണ്ടോ, സിയിൽ ഫൈ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, തീറ്റ ഓഫ് ഫൈ ഈക്വൽ ടു ഫൈ ആണോ, ആണ്. എന്തുകൊണ്ട്, ഫൈ ഈസ് എ ഫിക്സഡ് പോയിൻ്റ് ഓഫ് തീറ്റയാണ്. അതുകൊണ്ട് ഫൈ എവിടെയുണ്ട്, ഫൈ ബിലോങ്സ് ടു സി ആണ്. ഇനി എക്സ് ഉണ്ടോ എന്ന് എങ്ങനെ നോക്കാം, എക്സ് ഉണ്ടോ എന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ, എക്സ് സിയിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആയിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം, തീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കണ്ടീഷൻ യൂസ് ചെയ്യുന്നു. ഈ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് പറയാം എക്സ് സബ്സെറ്റ് ഓഫ് തീറ്റ ഓഫ് എക്സ് ആണ്.
അതുപോലെ തീറ്റ ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങോട്ടുള്ളതാ? ഇവിടെ നമ്മൾ എക്സ് എടുത്താൽ തീറ്റ അതിനെ എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യും? തീറ്റ ഓഫ് എക്സിലേക്ക് മാപ്പ് ചെയ്യും. തീറ്റ ഓഫ് എക്സ് പവർ സെറ്റ് ഓഫ് എക്സിലുള്ളതാണ്, അതായത് എക്സിൻ്റെ സബ്സെറ്റാണ്. അത് കൂടി വന്നാൽ എക്സ് ആവുകയുള്ളൂ, എക്സിനേക്കാളും വലുതാവില്ല. അപ്പം നമുക്ക് എന്ത് പറയാം? തീറ്റ ഓഫ് എക്സ് സബ്സെറ്റ് ഓഫ് എക്സ് ആയിരിക്കും. ഇപ്പം എക്സ് സബ്സെറ്റ് ഓഫ് തീറ്റ ഓഫ് എക്സും തീറ്റ ഓഫ് എക്സ് സബ്സെറ്റ് ഓഫ് എക്സും കിട്ടി. ഇതിൽ നിന്ന് രണ്ടും നമുക്ക് എന്ത് പറയാം? എക്സ് ഇസ് ഈക്വൽ ടു തീറ്റ ഓഫ് എക്സ്. അപ്പം നമുക്ക് ഇത് കിട്ടി. അതുകൊണ്ട് എക്സ് ബിലോങ്സ് ടു സി എന്ന് പറയാം. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ആർബിട്രറി ഇൻ്റർസെക്ഷൻ സിയിലുണ്ട് എന്നാണ്. ആർബിട്രറി ഇൻ്റർസെക്ഷൻ സിയിലുണ്ട് എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എ ആൽഫകൾ സിയിലുണ്ട് എന്ന് എടുക്കുന്നു. എ ആൽഫകൾ സിയിലുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സിയിലുണ്ടെങ്കിൽ തീറ്റ ഓഫ് എ ആൽഫ ഈക്വൽ ടു എ ആൽഫ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർബിട്രറി ഇൻ്റർസെക്ഷൻ ആണ്. ആർബിട്രറി ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ എ ആൽഫ ബിലോങ്സ് ടു സി എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഇൻ്റർസെക്ഷൻ എ ആൽഫ ബിലോങ്സ് ടു സി എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ തീറ്റ ഓഫ് ഇൻ്റർസെക്ഷൻ എ ആൽഫ ഈസ് ഈക്വൽ ടു എന്ത് വേണം? ഈസ് ഈക്വൽ ടു ഇൻ്റർസെക്ഷൻ എ ആൽഫ എന്ന് കിട്ടണം. ഇപ്പോൾ ഇൻ്റർസെക്ഷൻ എ ആൽഫേനെ ഞാൻ എ എന്ന് വിളിച്ചാൽ തീറ്റ ഓഫ് എ ഈക്വൽ ടു എ എന്ന് കിട്ടണം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ തീറ്റ മൊണോട്ടോൺ ആണ് എന്നുള്ള കണ്ടീഷൻ എടുക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ തീറ്റ മൊണോട്ടോൺ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇതാണ്: എ സബ്സെറ്റ് ഓഫ് ബി ഇംപ്ലൈസ് തീറ്റ ഓഫ് എ സബ്സെറ്റ് ഓഫ് തീറ്റ ഓഫ് ബി. ഇത് പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ബിയിനെ ഞാൻ എ സബ്സെറ്റ് ഓഫ് ബി ആണ്. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എ ആണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി ആയതുകൊണ്ട് ഇത് ബി ആണ്. അപ്പോൾ ബീനെ ഞാൻ ഈ ഏരിയ എടുക്കുന്നു, ഇതിൻ്റെ പുറത്തുള്ള ഏരിയ. ഇതിൻ്റെ പുറത്തുള്ള ഏരിയ ബി മൈനസ് എ ആണ്. ബി മൈനസ്, അപ്പോൾ നമുക്ക് ഇതിനെ ബീനെ എ യൂണിയൻ ബി മൈനസ് എ എന്ന് എഴുതാം. അതായത് തീറ്റ ഓഫ് ബി ഈക്വൽ ടു തീറ്റ ഓഫ് എ യൂണിയൻ ബി മൈനസ് എ. തീറ്റ കമ്മ്യൂട്ട്സ് വിത്ത് ഫൈനൈറ്റ് യൂണിയൻ ആയതുകൊണ്ട് ദിസ് ഈസ് തീറ്റ ഓഫ് എ യൂണിയൻ തീറ്റ ഓഫ് ബി മൈനസ് എ എന്ന് എഴുതാം. ഇപ്പം തീറ്റ ഓഫ് ബി എന്താണ്? ഇതിൻ്റെ രണ്ടിൻ്റെയും യൂണിയനാണ്. അപ്പോൾ തീറ്റ ഓഫ് എ എന്തായാലും തീറ്റ ബിക്ക് അകത്ത് കണ്ടെയ്ൻഡ് ആയിരിക്കും. അതുകൊണ്ട് തീറ്റ ഓഫ് എ സബ്സെറ്റ് ഓഫ് തീറ്റ ബി എന്ന് കിട്ടും. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി ആവുന്ന സമയത്ത് തീറ്റ ഓഫ് എ സബ്സെറ്റ് ഓഫ് തീറ്റ ഓഫ് ബി ആയിരിക്കും. അതായത് ഇത് മൊണോട്ടോണിക് ആണ് എന്നർത്ഥം. അപ്പോൾ മൊണോട്ടോണിക് ആണ് എന്നുള്ള പ്രോപ്പർട്ടി നമുക്ക് കിട്ടി. ഇനി ഞാൻ ഈ ഇൻ്റർസെക്ഷൻ എ ആൽഫേനെ ഞാൻ എ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എ ആൽഫകളുടെ ഇൻ്റർസെക്ഷൻ ആണ് എ. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് എ ആൽഫ ഫോർ എവ്രി ആൽഫ ആയിരിക്കും. മൊണോട്ടോണിസിറ്റി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീറ്റ ഓഫ് എ സബ്സെറ്റ് ഓഫ് തീറ്റ ഓഫ് എ ആൽഫ ആയിരിക്കും. തീറ്റ ഓഫ് എ സബ്സെറ്റ് ഓഫ് തീറ്റ ഓഫ് എ ആൽഫ ആയിരിക്കും. ഇനി തീറ്റ ഓഫ് എ ആൽഫ എന്താ? തീറ്റ ഓഫ് എ ആൽഫ എ ആൽഫയാണ്. അപ്പോൾ തീറ്റ ഓഫ് എ സബ്സെറ്റ് ഓഫ് എ ആൽഫയാണ്. തീറ്റ ഓഫ് എ സബ്സെറ്റ് ഓഫ് എ ആൽഫ ആണെങ്കിൽ ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. തീറ്റ ഓഫ് എ സബ്സെറ്റ് ഓഫ് തീറ്റ ഓഫ് എ ആൽഫ, തീറ്റ ഓഫ് എ തീറ്റ ഓഫ് എ സബ്സെറ്റ് ഓഫ് തീറ്റ ഓഫ് എ ആൽഫ ഫോർ എവ്രി ആൽഫ ആണെങ്കിൽ തീറ്റ ഓഫ് എ സബ്സെറ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ തീറ്റ ഓഫ് എ ആൽഫ ആയിരിക്കും. കാരണം എല്ലാ തീറ്റ ഓഫ് എ ആൽഫേൻ്റെ അകത്ത് തീറ്റ ഓഫ് എ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ്റെ അകത്തും തീറ്റ ഓഫ് എ ആൽഫകളുടെ ഇൻ്റർസെക്ഷൻ്റെ അകത്തും തീറ്റ ഓഫ് എ ഉണ്ടാകും. അപ്പോൾ തീറ്റ ഓഫ് എ സബ്സെറ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ തീറ്റ ഓഫ് എ ആൽഫ, ബട്ട് തീറ്റ ഓഫ് എ ആൽഫ ഈസ് ഈക്വൽ ടു എ ആൽഫ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം?
തീറ്റ ഓഫ് എ സബ്സെറ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എ ആൽഫ എന്ന് പറയാം. ബട്ട് ഇൻ്റർസെക്ഷൻ എ ആൽഫ എന്താ? ഇൻ്റർസെക്ഷൻ എ ആൽഫ ഈസ് എ ആണ്. സോ തീറ്റ ഓഫ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് കിട്ടും. സോ തീറ്റ ഓഫ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് കിട്ടും. നേരത്തെ നമുക്കറിയാം ഇതിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് എ സബ്സെറ്റ് ഓഫ് തീറ്റ ഓഫ് എ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടൊന്നും എന്ത് കൺക്ലൂഡ് ചെയ്യാം? തീറ്റ ഓഫ് എ ഈക്വൽ ടു എ എന്ന് കൺക്ലൂഡ് ചെയ്യാം. ദാറ്റ് ഈസ് തീറ്റ ഓഫ് ഇൻ്റർസെക്ഷൻ എ ആൽഫ ഈക്വൽ ടു ഇൻ്റർസെക്ഷൻ എ ആൽഫ. ദാറ്റ് മീൻസ് ഇൻ്റർസെക്ഷൻ എ ആൽഫ ബിലോങ്സ് ടു സി. അതുകൊണ്ട് ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി ഇൻ്റർസെക്ഷൻ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് യൂണിയൻ ആണ്. ഫൈനൈറ്റ് യൂണിയന് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ കേസ് കാണിക്കും. എന്നിട്ട് അത് വെച്ചിട്ട് ഫൈനൈറ്റ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഐ ഈക്വൽ ടു 1 to n ബിലോങ്സ് ടു സി എടുക്കുന്നു. ഐ ഈക്വൽ ടു 1 to n എടുക്കുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് യൂണിയൻ എ ഐ ബിലോങ്സ് ടു സി എന്നാണ്. യൂണിയൻ എ ഐ ബിലോങ്സ് ടു സി എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കേണ്ടത് എന്താണ്? തീറ്റ ഓഫ് യൂണിയൻ എ ഐ ഈക്വൽ ടു യൂണിയൻ എ ഐ എന്ന് കാണിക്കണം. എ ഐ ബിലോങ്സ് ടു സി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? തീറ്റ ഓഫ് എ ഐ ഈക്വൽ ടു എ ഐ ആണെന്ന് കിട്ടും. ഇനി നമുക്കറിയാം തീറ്റ ഓഫ് സി കമ്മ്യൂട്ട്സ് വിത്ത് തീറ്റ കമ്മ്യൂട്ട്സ് വിത്ത് ഫൈനൈറ്റ് യൂണിയൻ എന്നറിയാം. തീറ്റ കമ്മ്യൂട്ട്സ് വിത്ത് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. തീറ്റ കമ്മ്യൂട്ട്സ് വിത്ത് ഫൈനൈറ്റ് യൂണിയൻ. തീറ്റ കമ്മ്യൂട്ട്സ് വിത്ത് ഫൈനൈറ്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റ ഓഫ് യൂണിയൻ എ ഐ ഈക്വൽ ടു തീറ്റയും യൂണിയനും കമ്മ്യൂട്ട് ചെയ്യും. അതായത് യൂണിയൻ തീറ്റ ഓഫ് എ ഐ ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്ക് യൂണിയനിൽ ക്ലോസ്ഡ് ആണെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം തീറ്റ ഓഫ് യൂണിയൻ എ ഐ ഈക്വൽ ടു യൂണിയൻ എ ഐ എന്നാണ്. അപ്പോൾ തീറ്റ ഓഫ് യൂണിയൻ എ ഐ ഈക്വൽ ടു യൂണിയൻ തീറ്റ എ ഐ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു യൂണിയൻ തീറ്റ എ ഐ എന്താ? തീറ്റ എ ഐ ഈക്വൽ ടു എ ഐ ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? തീറ്റ ഓഫ് യൂണിയൻ എ ഐ ഈക്വൽ ടു യൂണിയൻ എ ഐ എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് യൂണിയൻ എ ഐയിൽ ഫിക്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യൂണിയൻ എ ഐ എവിടെ വരും? യൂണിയൻ എ ഐ ബിലോങ്സ് ടു സി എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ടോപ്പോളജിയിൽ രണ്ടാമത്തെ തിയറം, അതായത് ക്ലോസ്ഡ് സബ്സെറ്റ്സുകളുടെ കളക്ഷൻ എടുത്തപ്പോൾ ആർബിട്രറി ഇൻ്റർസെക്ഷനും ഫൈനൈറ്റ് യൂണിയനും പിന്നെ ഫൈയും എക്സും എല്ലാം ആ കളക്ഷനിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സിയിലുള്ള സബ്സെറ്റ്സുകളുടെ കോംപ്ലിമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോംപ്ലിമെൻ്റ് ഓപ്പൺ സെറ്റ്സുകളായിട്ട് വരുന്ന ആ ടോ എന്ന് പറയുന്നത് ടോപ്പോളജി ആയിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടി ഇത് ഈ കണ്ടീഷൻ വയ്ക്കുന്ന ഒരു ടോപ്പോളജി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇനി അതുമാത്രം പോരാ, ആ ടോപ്പോളജി ഉപയോഗിച്ച് കിട്ടുന്ന ക്ലോഷർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈ തീറ്റ തന്നെയാണെന്നും കൂടി നമ്മൾ കാണിക്കണം. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ.